ചെയ്യുന്നത് GST രജിസ്ട്രേഷനെ കുറിച്ചാണ്. ടൈപ്പ് ഓഫ് GST രജിസ്ട്രേഷൻ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. അതിൽ കൂടുതലായി GST രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷെ ഒരു ബിസിനസിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. റെഗുലർ ആയിട്ടും എടുക്കാം, നമുക്ക് കോമ്പോസിഷൻ ആയിട്ടും എടുക്കാം. എന്താണ് ഈ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഇപ്പൊ മന്ത്ലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുക, അതുപോലെ തന്നെ GST റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് റെഗുലർ GST രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ടേൺ ഓവർ 40 ലാഖിനും അതുപോലെ തന്നെ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ 40 ലാഖിനും സർവീസിന്റെ കേസിലാണെങ്കിൽ 20 ലാഖിനും മുകളിലുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 40 ലാഖിന് മുകളിൽ നമുക്ക് ഗുഡ്സിന്റെ കേസ് GST ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. റെഗുലർ ആയിട്ടും എടുക്കാം, കോമ്പോസിഷൻ ആയിട്ടും എടുക്കാം. റെഗുലർ ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാർ മന്ത്ലി എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യുകയും അതുപോലെ തന്നെ മന്ത്ലി ടാക്സ് പേയ്മെന്റ് ചെയ്യുകയും വേണം. പക്ഷെ കോമ്പോസിഷൻ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ വർഷത്തിലെ ടേൺ ഓവറിന്റെ 1%, ഗുഡ്സിന്റെ കേസിൽ വർഷത്തിലെ ടേൺ ഓവറിന്റെ 1%, സർവീസിന്റെ കേസിൽ വർഷത്തിലെ ടേൺ ഓവറിന്റെ 6%വുമാണ് എന്ത് ചെയ്യേണ്ടത് ഗവൺമെന്റിലേക്ക് GST ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ കോമ്പോസിഷൻ സ്കീമിനെ സംബന്ധിച്ച് 1.5 കോടി വരെ അവരുടെ ടേൺ ഓവർ ലിമിറ്റ് പാടുള്ളൂ. അതായത് 40 ലാഖ് മുതൽ 1.5 കോടി വരെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. 1.5 കോടിക്ക് മുകളിലാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, റെഗുലർ സ്കീമിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഈ കോമ്പോസിഷൻ സ്കീമിനെ സംബന്ധിച്ച് അവർക്കൊരു ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റില്ല. അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് കോമ്പോസിഷൻ സ്കീമുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാനും പറ്റില്ല. അതായത് അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടും, പക്ഷെ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് GST രജിസ്ട്രേഷനെ കുറിച്ചാണ്. മെയിൻ ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കുന്ന കേസസ് ആണ് രണ്ട് രീതികൾ, ഇപ്പൊ റെഗുലർ ആയിട്ടും കോമ്പോസിഷൻ ആയിട്ടും. അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻസ് ഒക്കെ എടുക്കാം. ഇപ്പൊ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും സെസ് യൂണിറ്റ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് GST രജിസ്ട്രേഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്. Thank you for watching this video. Bye.